നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വൃശ്ചികം ധനു മാസങ്ങളിൽ ശബരിമല തീർത്ഥാടനവും അതിനോടനുബന്ധിച്ച് കഠിന വ്രതവും അനുഷ്ഠിക്കുന്നതിനും ആചാര്യസങ്കല്പമുണ്ട്. വൃശ്ചികം കാലപുരുഷന്റെ ഉദയരാശിയാണ്. ഈ രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഭൗതികാസക്തി വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. രജോ ഗുണം വർദ്ധിക്കും. വാക്കുകളിൽ മൃദുത്വം കുറയും. ഈ രാശിയുടെ ചിഹ്നം പോലും തേളാണ്. ധനുരാശി കലഹരാശി എന്നാണ് പറയപ്പെടുന്നത്. സൂര്യൻ ധനുരാശിയിലൂടെ കടന്നു പോകുമ്പോൾ കലഹങ്ങൾ വർദ്ധിക്കാനും ആപത്തുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഈ അവസ്ഥകളെ മറികടക്കാൻ കഠിനമായ വ്രതങ്ങളും ആചാരങ്ങളും മനുഷ്യരെ സഹായിക്കും. പ്രകൃതി പ്രതികൂലമാകുമ്പോൾ വ്രതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ശരീരത്തെയും മനസ്സിനെയും ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കുന്നത് പരിഹാരമാണ്. അതിനാണ് 41 ദിവസം തീർത്ഥാടന കാലമായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്. ധനു കഴിഞ്ഞ് മകരമാകുമ്പോൾ ഉത്തരായന കാലമായി. പ്രകൃതിക്ക് തന്നെ തെളിവുണ്ടാകുന്നു. വ്രതനിഷ്ഠയുടെ ഫലമായി ഐശ്വര്യപൂർണമായി ജീവിക്കാൻ ഭക്തർക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വാസം. 18 മലദൈവങ്ങളുടെ കാവലിൽ ലോകത്തിന്റെ ധർമ്മം കാത്തുരക്ഷിക്കുന്ന ശബരീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്. ശ്രീനാരായണ ഗുരുദേവൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. വക്ഷസ്താടനശങ്കയാ വിചലിതോ വൈവസ്വതോ നിർജ്ജരാഃ കോടീരോജ്വലരത്നദീപകലികാ നീരാജനം കുർവതേ ദൃഷ്ട്വാ മുക്തിവധൂസ്തനോതി നിഭൃതാശ്ലേഷം ഭവാനീപദേ യച്ഛേതസ്തവ പാദപദ്മഭജനം തസ്യേഹ കിം ദുർലഭം. വക്ഷസ്താടനശങ്കയാ വിചലിതോ വൈവസ്വതോ നിർജ്ജരാഃ കോടീരോജ്വലരത്നദീപകലികാ നീരാജനം കുർവതേ ദൃഷ്ട്വാ മുക്തിവധൂസ്തനോതി നിഭൃതാശ്ലേഷം ഭവാനീപദേ യച്ഛേതസ്തവ പാദപദ്മഭജനം തസ്യേഹ കിം ദുർലഭം. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ആരുടെ മനസ്സ് ഭഗവാന്റെ പാദപത്മത്തെ ഭജിക്കുന്നുവോ
അവർക്ക് ദുർലഭമായി ഒന്നുമില്ല. ശിവഭക്തനെ ഭയന്ന് കാലൻ പോലും അകന്നു പോകുന്നു. ശ്രീ പരമേശ്വരന്റെ പാദങ്ങളെ ഭജിക്കുന്ന ഭക്തരെ ദേവന്മാർ ദീപാരാധന ചെയ്യുന്നു. ഇത്തരത്തിൽ ഭക്തി കൊണ്ട് പരമമായ ലക്ഷ്യപ്രാപ്തി നേടും എന്ന് വ്യക്തമാക്കുന്ന ശിവാനന്ദലഹരിയിലെ 65-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭക്തിമഹിമ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ശ്രീശങ്കര സ്തോത്ര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ. അവിടെ നമ്മൾ 64 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. തൻ്റെ മനസ്സാകുന്ന രത്നപാതുകത്തെ ധരിച്ച് നടന്നാലും എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് ഭക്തി കൊണ്ടെല്ലാം സിദ്ധമാകുന്നു. നമ്മളിൽ ശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പരമമായ ലക്ഷ്യപ്രാപ്തി നേടുന്നു എന്ന് പറയുക ചെയ്യണത്. എങ്ങനെ നോക്കൂ. വക്ഷസ്ഥാടന ശങ്കയാ വിചലിതോ വൈവസ്വതോ നിർജരാഃ കോടിരോജ്വലരത്നദീപകലികാ നീരാജനം കുർവതേ ദൃഷ്ട്വാ മുക്തിവധുസ്തനോതി നിഭൃതാശ്ലേഷം ഭവാനീപതേ യച്ഛേദസ്തവ പാദപത്മഭജനം തസ്യേഹ കിം ദുർലഭം. വക്ഷസ്ഥാടന ശങ്കയാ വിചലിതോ വൈവസ്വതോ നിർജരാഃ കോടിരോജ്വലരത്നദീപകലികാ നീരാജനം കുർവതേ ദൃഷ്ട്വാ മുക്തിവധുസ്തനോതി നിഭൃതാശ്ലേഷം ഭവാനീപതേ യചേതസ്തവ പാദപത്മഭജനം തസ്യേഹ കിം ദുർലഭം. യചേതഃ തവ പാദപത്മഭജനം തസ്യ ഇഹ കിം ദുർലഭം. അവിടെ നമ്മൾ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി കരോതി എന്നോ മറ്റോ കൂട്ടിച്ചേർക്കണം. യത് ചേതഃ യാതൊരു മനസ്സ് തവ പാദപത്മഭജനം നിൻ്റെ പാദപത്മഭജനത്തെ ചെയ്യുന്നുവോ, അവിടെ ചെയ്യുന്നുവോ എന്ന് കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ ചേതഃ എന്നുള്ള പ്രഥമയെ സപ്തമിയാക്കി ചേതസി എന്നാക്കണം. രണ്ടായാലും വിരോധമില്ല. അപ്പോൾ ഏതൊരു ചേതസ്സിൽ നിൻ്റെ പാദപത്മഭജനമുണ്ടോ, അഥവാ ഏതൊരു ചേതസ് നിൻ്റെ പാദപത്മഭജനത്തെ ചെയ്യുന്നുവോ തസ്യ ഇഹ കിം ദുർലഭം. അയാൾക്ക് ഇവിടെ എന്ത് ദുർലഭമാണ്? എന്താണ് ദുർലഭം? ഒന്നും ദുർലഭമില്ല. ഭക്തന് എല്ലാം സുലഭമായി തീരുന്നു. ആവശ്യമുള്ളതെല്ലാം വന്നു ചേരുന്നു, സംശയമില്ല. അപ്പോൾ യാതൊരാളുടെ ചേതസ് ഭഗവാന്റെ പാദപത്മ ഭജനം ചെയ്യുന്നുവോ, ഭജനം സേവനം ഭജ് സേവായാം എന്ന ധാതു. അപ്പോൾ പാദപത്മങ്ങളെ ആരാണോ സേവിക്കുന്നത് തസ്യ ഇഹ കിം ന ദുർലഭം. കിം ദുർലഭം എല്ലാം അയാൾക്ക് നേടാൻ സാധിക്കുന്നു. അതിൽ ചിലതൊക്കെ എണ്ണി പറയുന്നു. എന്തൊക്കെയാണ്? വക്ഷസ്ഥാടന ശങ്കയാ വിചലിതോ വൈവസ്വതഃ. അപ്പോൾ ഒരാൾ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദപത്മഭജനം ചെയ്യുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വൈവസ്വതഃ, വൈവസ്വതൻ. വൈവസ്വതൻ എന്നാൽ വിവസ്വാൻ്റെ പുത്രൻ. വിവസ്വാൻ്റെ പുത്രൻ യമൻ. യമൻ എന്ത് ചെയ്യുന്നു? വക്ഷസ്ഥാടന ശങ്കയ, ഇനി തൻ്റെ നെഞ്ചിന് ചവിട്ട് കിട്ടുമോ എന്ന്
ശങ്ക ചെയ്തിട്ട് എന്ന ശങ്ക കൊണ്ട് വിചലിത മാറിപ്പോകുന്നു. ഇപ്പം ഏതൊരാൾ ഭഗവത് പാദപത്മ ഭജനം ചെയ്യുന്നുവോ അയാളെ സംബന്ധിച്ച് യമൻ അടുക്കുന്നില്ല എന്നർത്ഥം. കാരണം യമന് ഭയമാണ്. ശിവഭക്തനെ താൻ സമീപിച്ചാൽ ശിവൻ തൻ്റെ നെഞ്ച് ചവിട്ടി പൊളിക്കുമോ എന്ന് പേടിയാണ്. അതാണ് പറയുന്നത് വക്ഷസ്ഥാടന ശങ്കയ, വക്ഷസിനെ താടിക്കുമോ ചവിട്ടുമോ എന്നുള്ള ശങ്ക കൊണ്ട് വൈവസ്വതഃ യമഃ, യമൻ വിചലിത ദൂരേക്ക് പോയി മറയുന്നു. അതാണ് ഒന്നാമത്തെ പ്രയോജനം. മരണം ദൂരെ അകലുന്നു. പിന്നെ നിർജ്ജരാഹ കോടീരോജ്വല രത്നദീപകലികാനീരാജനം കുർവതേ. സാധാരണ ഭക്തന്മാർ അല്ലെങ്കിൽ കർമ്മികൾ വ്യത്യസ്ത ദേവതകളെ പൂജിക്കുന്നു. ആ പൂജയുടെ ഭാഗമായിട്ട് ദീപാരാധന ചെയ്യുന്നു, നീരാജനം. എന്നാൽ ഇവിടെയാകട്ടെ ആരുടെ മനസ്സ് പരമേശ്വരൻ്റെ പാദപത്മഭജനത്തിൽ വ്യാപൃതമാണോ അയാളെ ദേവന്മാരിങ്ങോട്ട് ദീപാരാധന ചെയ്ത് പൂജിക്കുന്നു. അയാൾ ദേവന്മാരെ പൂജിക്കുകയല്ല, സകല ദേവന്മാരും അയാളെ പൂജിക്കുന്നു. അതാണ് പറയുന്നത് നിർജ്ജരാഹ ദേവന്മാർ കോടീരോജ്വല രത്നദീപകലികാ നീരാജനം, ഉജ്ജ്വലിക്കുന്ന രത്നകോടീരങ്ങളുടെ, കോടീരം കിരീടം. ഇപ്പം ദേവന്മാർ രത്നകിരീടങ്ങൾ, ആ രത്നകിരീടങ്ങളിലൂടെ തട്ടി പ്രതിഫലിക്കുന്ന ദീപം, ദീപകലിക, കലിക നാളം. അപ്പം ദേവന്മാരെല്ലാവരും തങ്ങളുടെ കിരീടങ്ങളിലെ രത്നങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന ദീപനാളങ്ങളെ കൊണ്ട് നീരാജനം കുർവതേ, ദീപാരാധന ചെയ്യുന്നു. ഇപ്പോൾ സാമാന്യമായി കർമ്മികൾ ദേവന്മാരുടെ നീരാജന ചെയ്യുക. എന്നാൽ ആരുടെ മനസ്സ് ശിവനിൽ തന്നെ ചേർന്നിരിക്കുന്നുവോ അങ്ങനെയുള്ള പരാഭക്തനെ ദേവന്മാരിങ്ങോട്ട് ദീപാരാധന ചെയ്യുന്നു. എന്തെല്ലാം നേടിത്തരുന്നോ ഭക്തി എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യവും അനുഷ്ഠാനവും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനേ നീയന്നയ്യനയ്യപ്പൻ. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുകൃതമേ സ്വാമി. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ കലികാലത്തിന്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടുവിളിക്കുകയാണ്. ഇവിടെയാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സ്വയംഭൂവായ ശാസ്താ പ്രതിഷ്ഠയാണ് ഇവിടെ ആരാധനാമൂർത്തി. കുതിരയെ വാഹനമാക്കിയ ശാസ്താവിന്റെ തിരുസന്നിധി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മാനവ സമൂഹത്തെ തയ്യാറാക്കുന്ന രഥവീതിയാണ്. ശാസ്താവ് ഹരിഹരപുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഹരിഹരപുത്രനായി ജനിച്ച കുഞ്ഞിന് ശാസ്താവ് എന്ന നാമകരണം നടത്തിയത് മഹാവിഷ്ണുവാണ്. ദുർമാർഗികളെ ശാസിച്ച് നേർവഴിക്ക് നയിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ശാസ്താവിന് നിയോഗം സിദ്ധിച്ചത്.
പശ്ചിമഘട്ട മലനിരകളിലെ പ്രസിദ്ധമായ ശാസ്താക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ശബരിമല, പൊന്നമ്പലമേട്, അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ കൂടാതെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ശാസ്താംപാറയിലും പരശുരാമൻ ശാസ്താപ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ കാട്ടാക്കട നെയ്യാർ റൂട്ടിൽ യാത്ര ചെയ്താൽ വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഒന്നൊന്നൊരു വേദത്തിൻ ഓങ്കാരം തന്നെ നീ, തൊയ്തക്കര മാറ്റിയിടും ദേവസ്വരമല്ലേ നീ. ഒന്നെന്നൊരു വേദത്തിൻ ഓങ്കാരം തന്നെ നീ, ദ്വൈതക്കര മാറ്റിയിടും ദേവസ്വരമല്ലേ നീ. ജന്മങ്ങൾ നെഞ്ചേറ്റും ജ്യോതിപ്പൂവല്ലേ നീ, ആത്മാവിൽ ചേക്കേറും മോക്ഷത്തേനല്ലേ നീ. തിരുനടയുടെ വാതിൽക്കൽ തിരിവട്ടം പോലെ ഞാൻ ഹരിഹരസുത ഗീതത്തിൽ ലയമായി തീരുന്നയ്യപ്പ. പശ്ചിമഘട്ട മലനിരകളിലെ ശാസ്താംപാറയിൽ ശാസ്താപ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പൂജ ചെയ്യാനായി പരശുരാമൻ ഈ പ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ നിത്യവും പൂജ നടത്തി വരുന്നു. അന്ന് പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം ഇക്കാര്യം ഭഗവാന് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൂടെ ബാലരൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. ഏറെ ദൂരം കാനന വഴികളിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണന് നെയ്യാറിന്റെ കരകളിലെത്തിയപ്പോൾ പുഴ മുറിച്ചു കടക്കാനാകാതെ വിഷമിച്ചു നിൽക്കേണ്ടി വന്നു. കാനന വഴികളിലുടനീളം തന്നെ അനുഗമിച്ച ബാലനെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. എങ്ങനെ ഈ ബാലനെയും കൊണ്ട് അക്കരെ കടക്കും എന്ന് അദ്ദേഹം മനംനൊന്ത് ആലോചിച്ചു. ആ സമയം ആറ് കടന്ന് അക്കരെ ചെന്ന് ബാലൻ തിരുമേനി വരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. സന്തോഷവാനായ ബ്രാഹ്മണൻ ആറ് കടന്ന് അക്കരെ എത്തുകയും സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. ഏറെ നേരം അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കുഞ്ഞു ബാലൻ അത്യധികം തേജോമയനായി കാണപ്പെട്ടു. കയ്യിൽ അമ്പും വില്ലുമേന്തിയ ബാലൻ ഒരു ദിവ്യരൂപമായി നിലകൊള്ളുകയായിരുന്നു. തുടർന്ന് ബാലൻ ബ്രാഹ്മണ ശ്രേഷ്ഠനോടായി പറഞ്ഞുവത്രേ, ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. തിരുമേനി ഇവിടെ വന്ന് പൂജകൾ ചെയ്താൽ മതി. വാർദ്ധക്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തേജോമയനായ ബാലന്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷവാനായി. അന്നു മുതൽ വീരണകാവിലെത്തുന്ന ഭക്തജനങ്ങൾ ഭഗവാന് പടത്തിക്കുല നിവേദ്യമായി അർപ്പിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഗിരിവർഗ്ഗക്കാർ അവരുടെ പ്രധാന ദൈവമായി കാണുന്നത് ശ്രീ ശാസ്താവിനെ തന്നെയാണ്.
വീരണകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ഒരു ശിവക്ഷേത്രമുണ്ട്, നെടുമൺ മഹാദേവ ക്ഷേത്രം. വീരണകാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനത്താണ് നെടുമൺ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിച്ചു വരുന്നത്. അറുപത് ദിവസം നീണ്ടുനിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് മഹോത്സവവും ആഴിപൂജയും വിശേഷാൽ ചടങ്ങുകളാണ്. പടത്തിക്കുല, ഇടിച്ചുപിഴിഞ്ഞ പായസം, ഉണ്ണിയപ്പം, പാനകം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ. ആണ്ടവനായ ശ്രീ ധർമ്മശാസ്താവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന വീരണകാവ് ശ്രീ ധർമ്മശാസ്താ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു.